രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. റെഡ് ക്രോസ് മുഖാന്തരമായിരുന്നു കൈമാറ്റം. 100-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്ത ശേഷവും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. കിഴക്കൻ ഗസ സിറ്റിയിൽ നിരവധി ഫലസ്തീൻ വസതികൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. ആവശ്യത്തിന് മരുന്നുകളില്ലാത്തത് കാരണം ഗസയിലെ അൽ ഷിഫ ആശുപത്രിയിൽ 136 രോഗികൾ മരണമുഖത്തെന്ന് അധികൃതർ. ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീൻ തടവുകാരെ സന്ദർശിക്കാൻ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തെ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. MC, വെടിനിർത്തൽ പ്രാബല്യത്തിലാണെങ്കിൽ പോലും കാര്യമായ ഒരു സമാധാനമോ ഗസ ജനതയുടെ ദുരിതത്തിനോ അറുതിയായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. തുടർച്ചയായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷെ അതിനിടയിലും ഹമാസ് ഈ വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെ ബന്ദികളുടെ മൃതദേഹങ്ങൾ അതടക്കം കൈമാറിക്കൊണ്ട് ഉള്ള ഒരു നീക്കമാണോ ഹമാസിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ അനിശ്ചിതത്വം വെടിനിർത്തലിന് തുടക്കം മുതൽ തന്നെ രൂപപ്പെട്ടിരുന്നു. നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ 125-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ചുകൊണ്ട് ഗസയ്ക്ക് നേരെ ആക്രമണം പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ നടത്തിയത്. പിന്നിട്ടിപ്പം മിനിയാന്ന് രാത്രിയും ഇന്നലെയുമായി നടന്ന ആക്രമണങ്ങളിൽ മാത്രം 120-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടവരിൽ തന്നെ പകുതിയിലേറെ പേരും സ്ത്രീകളും കുട്ടികളുമാണ്. അത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി ഈ വെടിനിർത്തലിന്റെ മറവിലും ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുക തന്നെ തങ്ങൾ എന്താണോ ലോകത്തിന് സമർപ്പിച്ചത്, അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയത്, അത് തങ്ങൾ പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ നടത്തുന്ന ഈ ലംഘനങ്ങൾക്കിടയിലും തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കും, തങ്ങൾ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുമെന്നാണ് ഹമാസ് നേതൃത്വം ഇന്ന് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നിപ്പോൾ ഹമാസ് കൈമാറിയിരിക്കുന്നത്. ഇനി 11 മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്താനും കൈമാറാനുമുള്ളത്. അതിനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഈജിപ്തിന്റെയും അതോടൊപ്പം തന്നെ റെഡ് ക്രോസിന്റെയും സഹകരണത്തോടുകൂടി ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. പക്ഷെ കുറെ കൂടി വലിയ യന്ത്രങ്ങളും ബുൾഡോസർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ആവശ്യമാണ്. ഇക്കാര്യം കൂടി മധ്യസ്ഥ രാജ്യങ്ങളെ ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അത് ലഭ്യമാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ കൈമാറാൻ ഒരുക്കമാണ്. കാരണം ഒക്ടോബർ 10 കരാർ നിലവിൽ വന്ന ആദ്യ ദിവസം തന്നെ 20 ജീവനോടെയുള്ള ബന്ദികളെ കൈമാറി. തുടർന്നുള്ള പല ദിവസങ്ങളിലായിട്ട് ഈ കണ്ടെടുത്ത ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി. പക്ഷെ അതിന്റെ പേരിൽ ഇനിയും മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്ന ഈ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പോലും പരിഗണിക്കാതെയുള്ള ഇസ്രായേലിന്റെ കുറ്റപ്പെടുത്തൽ എന്നത് നിരന്തരമായിട്ടുള്ള ഈ സംഘർഷം മുന്നോട്ട് കൊണ്ടുപോകാനും അതോടൊപ്പം തന്നെ ഗസയെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്താനുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ തുടർച്ചയാണ്. പക്ഷേ അതിന് തങ്ങളുടെ ഭാഗത്തു നിന്ന് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് നൽകിയ എല്ലാ ഉറപ്പും പാലിക്കുമെന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയത്. ഇതുപോലെ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടും ആക്രമണങ്ങൾ നടത്തിയിട്ടും അതിനെങ്ങനെയാണ് ഇസ്രായേൽ ന്യായീകരിക്കുന്നത്? ദിവ്യ, ഇതൊക്കെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂരതകൾ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല കരാറുകളും രൂപപ്പെടുന്നു. ആ കരാറുകളൊക്കെ നഗ്നമായിട്ട് ലംഘിക്കുകയും അതിശക്തമായിട്ടുള്ള ആക്രമണം ഗസയിലെ വളരെ തികച്ചും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നേരെ തുടരുന്നു. ഇന്നിപ്പം ആക്രമണം നടന്നിരിക്കുന്നതൊക്കെ തികച്ചും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വസതികൾ പൂർണ്ണമായിട്ടും ഇടിച്ചു നിരപ്പാക്കുക, അങ്ങനെ പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുവരിക. അന്തർദേശീയ സമൂഹത്തിന്റെ അമേരിക്കയുടെ ഒക്കെ ഒരു സമ്മർദ്ദം രൂപപ്പെട്ട ഒരു സാഹചര്യത്തിൽ മാത്രം ഒരു വെടിനിർത്തലിന് തയ്യാറായി എന്നാണ് ഇപ്പോൾ ആ നിർബന്ധിത സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് അതിനോട് വിധേയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആക്രമണങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ട് തങ്ങളുടെ അധീശത്വം തന്നെയാണ് ഗസയ്ക്ക് മേൽ എന്ന് ആവർത്തിക്കാനും അത് തെളിയിക്കാനുമുള്ള ഒരു വ്യഗ്രതയാണ് ഇപ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയ നേതൃത്വവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 കാരണങ്ങളാണ് ഈ വെടിനിർത്തൽ ലംഘിക്കുന്നതിന് ആധാരമായിട്ട് ഇസ്രായേൽ നേതൃത്വം സൂചിപ്പിച്ചിരുന്നത്. ഒന്ന്, തെക്കൻ ഗസയിലും മറ്റും തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണങ്ങൾ നടന്നുവെന്ന്. പക്ഷെ അത്തരം ആക്രമണങ്ങൾ നടന്നതായിട്ട് അമേരിക്കൻ നേതൃത്വമോ മധ്യസ്ഥ രാജ്യങ്ങളോ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം അവിടെ പൊട്ടാത്ത ചില ബോംബുകളും മറ്റും ഉണ്ടായിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് നേരത്തെയും ചില സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലാതെ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും അമേരിക്കയോ അതല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങളോ ഇനിയും മുന്നോട്ട് വെച്ചിട്ടില്ല. മറ്റൊന്ന്, ഈ ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതുമായി സംബന്ധിച്ച അനിശ്ചിതത്വമാണ്. 28 മൃതദേഹങ്ങളായിരുന്നു കൈമാറാനുണ്ടായിരുന്നത്. പിന്നിട്ട് ദിവസങ്ങളിലൊക്കെയും വളരെ സങ്കീർണമായിട്ടുള്ള പ്രക്രിയയിലൂടെ ആണെങ്കിലും, കാരണം തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ അതോടൊപ്പം തന്നെ നിരപ്പാക്കിയ കെട്ടിടാവശിഷ്ടങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഈ മൃതദേഹം കണ്ടെടുക്കുക എന്ന ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം നിലനിൽക്കുകയും അത് കണ്ടെത്താനും കൈമാറാനുമുള്ള എല്ലാ നീക്കവും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരിലാണ് ഈ കുറ്റപ്പെടുത്തൽ നടത്തുന്നത്. അതേസമയം വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ഒപ്പുവെച്ച ആ കരാറിൽ പോലും വ്യക്തമാക്കിയിരുന്നു റഫാ അതിർത്തി
തുറക്കും, നിത്യവും 600 ട്രക്കുകൾക്ക് വീതം അനുമതി നൽകും, പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവിധ താൽക്കാലിക വസതികളും സംവിധാനങ്ങളും ഒരുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും വളരെ പരിമിതമായിട്ടുള്ള തോതിലുള്ള സഹായ വസ്തുക്കൾ മാത്രമാണ് ഗസയിലേക്ക് വരുന്നത്. റഫാ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമോ പ്രഖ്യാപനമോ ഇനിയും നടത്തിയിട്ടില്ല. അപ്പൊ ഗസ ജനതയുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വസ്തുത. എന്നിട്ടും ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. വെടിനിർത്തൽ കരാർ നടപ്പിലായിട്ട് പോലും പലതവണയായി കരാർ ലംഘനം നടത്തിയിരിക്കുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ ഫലസ്തീനികളുടെ വസതികൾക്ക് നേരെയടക്കമുണ്ടാവുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. MC നാസറാണ് വിവരങ്ങൾ